back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ വെസ്റ്റേൺ വെയർ ടോപ്സിന്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതിൽ കൂടുതൽ ഞാൻ കാണിക്കുന്നത് ക്രോപ്പ് ടോപ്സ് ആണ്. ക്രോപ്പ് ടോപ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു 2 ഷർട്ട് മോഡൽ ഡ്രസ്സസും ഞാൻ ഡ്രസ്സസ് മീൻസ് മനസ്സിലായല്ലോ, 2 ടൈപ്പ് ഷർട്ട്സും എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഷർട്ട്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ക്രോപ്പ് ടോപ്സ് കാണിക്കുകയാണല്ലോ, അതൊക്കെ വരുന്ന ഷർട്ട്സ് ഒക്കെ വരുന്ന എന്തായാലും ആ ഒരു മോഡൽ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചതാണ്. വെസ്റ്റേൺ വെയർ ടോപ്സ് തന്നെ ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇതിൽ ഫുള്ള് കാണിക്കുന്ന ക്രോപ്പ് ടോപ്സ് മോഡലാണ് കേട്ടോ. ഇതല്ലാതെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടോപ്സ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ പോലെ ചെയ്യാനാണ് വിചാരിക്കുന്നത്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ടോപ്സ്. ഇത് ഫുള്ള് വരുന്നത് ക്രോപ്പ് ടോപ്സ്, നമുക്ക് ഹിപ്പ് വരെ വരുന്ന അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ടോപ്സ് ആണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ, ഇതിലുള്ള എല്ലാ ഡ്രസ്സസ് എന്ന് പറയുന്നത് എന്റെ അനിയത്തിന്റെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ വെസ്റ്റേൺ വെയർ ഡ്രസ്സസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, കൂടുതലും ട്രഡീഷണൽ ആണ് യൂസ് ചെയ്യാറുള്ളത്. അവള് പക്ഷെ നേരെ തിരിച്ചാണ്, അവൾ ഫുള്ള് വെസ്റ്റേൺ വെയർസ് ആണ്. അവൾക്ക് ചെയ്യുന്നതും എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രഡീഷണലേക്കാളും കൂടുതലായിട്ട് വെസ്റ്റേൺ വെയർസ് ആണ് അവൾക്ക് ഭംഗിയുള്ളത്. എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് വെസ്റ്റേൺ വെയർസ് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് എന്റെ ഒരു ബോഡി ടൈപ്പിനും എല്ലാത്തിനും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ട്രഡീഷണൽ യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം അത് തന്നെയാണ് കേട്ടോ. ട്രഡീഷണൽ ഡ്രസ്സസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. വെസ്റ്റേൺ വെയർസ് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, നോക്കാം. അപ്പം ഇന്ന് കാണിക്കുന്ന ഫുൾ അവളുടെ ഡ്രസ്സസ് ആണ്. ആൻഡ് അവള് തന്നെയാണ് ഇട്ട് കാണിക്കുന്ന വീഡിയോസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, സൈഡിൽ കൊടുക്കാം, അതും അവൾ ഇട്ട് കാണിക്കുന്നതാണ്. പിന്നെ എന്താ പറയാ, ഞാൻ ഇതിന്റെ മുന്നേ ഒരു മീഷോ ഹോൾ വീഡിയോ നമ്മുടെ ചാനലിലേക്ക് മീഷോ ഹോൾ വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇനി മോർ വീഡിയോസ് വരുന്നതാണ് മീഷോ ഹോൾ വീഡിയോസ്. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കട്ടെ. അത് ഫുള്ള് എന്താ പറയാ, ഫെസ്റ്റിവൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫംഗ്ഷൻ ഒക്കെ പോകാനായിട്ട് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള കുർത്ത സെറ്റ്സ് ആണ്, ദുപ്പട്ട കൂടി ഉൾപ്പെടുന്ന സെറ്റിന്റെ വീഡിയോ ആട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ യൂസ്ഡ് റിവ്യൂ കൂടി ഞാനതിൽ പറയുന്നുണ്ട്. മീഷോന്ന് ഇങ്ങനെ ഡ്രസ്സസ് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ കിട്ടുമ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ള എന്റെ ഒരു റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോയിലോട്ട് ഞാൻ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റത്തെ എന്താ പറയാ ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു എന്താ പറയാ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ഒരു ബേബി പിങ്ക് അല്ലെങ്കിൽ ഒരു പീച്ച്, ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഒക്കെ വരുമല്ലോ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ സ്ക്വയർ ആണ് കേട്ടോ നെക്ക് വരുന്നത്. പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് ഇതുപോലത്തെ ഒരു എന്താ പറയാ കുട്ടി വർക്ക് പോലെ ഇങ്ങനെ കുഞ്ഞു 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 കുഞ്ഞ് എന്താ പറയുക ഒരു അങ്ങനെ ഒരു ഡോട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു നേവി ബ്ലൂ ആൻഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന അങ്ങനെ ഡോട്ട് ആയിട്ട് ഫുൾ വർക്ക് വരുന്നുണ്ട്. ആൻഡ് ഇത് ഫുൾ ബോഡി ഈ ഒരു ടോപ്പിന്റേത് ഇങ്ങനെ എന്താ പറയാ വലിയുന്ന ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ ആ ഒരു തടി അനുസരിച്ചിട്ട് ഇങ്ങനെ വലിയുന്ന കൈൻഡ് ഓഫ് ആണ് ബോഡി മൊത്തം വരുന്നത്. പിന്നെ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലത്തെ ഇങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ വരുമല്ലോ, ഞെറി പോലെ, അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈഡിലായിട്ട്. പിന്നെ ഇതിന്റെ നെക്കിന്റെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലത്തെ ഒരു സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ബാക്കില് ഇതുപോലത്തെ ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള സ്ക്വയർ തന്നെയാണ്, എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, നമ്മൾ ഇട്ട് കാണുമ്പോൾ നല്ല രസമാണ് ബാക്കിൽ അങ്ങനെ ക്രോസ് പോലെ നിൽക്കുന്നത്. എനിക്കിത് ഭയങ്കര കൂട്ടത്തിന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. ഇത് എനിക്ക് അവിടെ ഇട്ട് കാണുമ്പോഴും ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യലുണ്ട്. പിന്നെ എന്താ പറയാ ഇങ്ങനെയാണ് കേട്ടോ കൈ വരുന്നത്. കുറച്ചൊരു ഇവിടെ കുറച്ച് എന്താ പറയാ ഈ ഒരു ടിപ്പിലായിട്ട് കുറച്ച് ഞെറി പോലെ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു കുറച്ചൊരു ലൂസായിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു കൈയാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു കൈന്റെ അറ്റത്തും സെയിം ഇവിടെ ഒരു ഇലാസ്റ്റിക് പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഓവറോൾ ടോപ്പ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. നല്ല ഭംഗിയാണ് ഇട്ട് കാണാൻ വേണ്ടിയിട്ടും. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, അപ്പൊ ഇട്ട് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓവറോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കറക്റ്റ് അത് കണ്ടാൽ മനസ്സിലാവും. ആൻഡ് ഇതൊക്കെ ഒരു 300 ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ വരുന്ന ക്രോപ്പ് ടോപ്സ് ആട്ടെല്ലാം വരുന്നത്. ആൻഡ് ഇതിന്റെ സൈസ് വരുന്നത് സ്മോൾ സൈസ് ആവാനാണ് ചാൻസ്. അവള് സ്മോളോ അല്ലെങ്കിൽ അവൾക്ക് എക്സസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ ചിലതൊന്നും മീഷോയിൽ അങ്ങനെ എക്സസ് ഉണ്ടാവാറില്ല. അപ്പം ഇതിന് എക്സസ് ഉണ്ടോ ഇല്ലായിരുന്നോ എന്ന് എനിക്കറിയാം. അപ്പൊ എന്നിട്ടാണ് മീഷോന്റെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വേണമെങ്കിൽ കമന്റിലും പിന്നെ ഇത് വെക്കാം കേട്ടോ പ്രോഡക്ട്സ് ലിങ്ക് വരുന്നത്. ഞാൻ ലിങ്ക് ട്രീയിൽ ആഡ് ചെയ്തിടാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ട്രീയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാ ഡ്രസ്സസിന്റെ ലിങ്കും പിന്നെ
പിന്നെ എന്റെ ചാനലിലാണ് ഇട്ടിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സിനെയും ഡ്രസ്സസിനെയും ഒക്കെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അതിൽ ഒരൊറ്റ ലിങ്ക് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ അത് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. എല്ലാം നല്ല അഫോർഡബിൾ ആണ് ആൻഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിപ്പോ അവള് കുറച്ചു കാലം യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും നല്ലതാണ് കേട്ടോ. ഇതുവരെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു പ്രോബ്ലംസോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും നല്ല ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ സീത്രൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിക്കൊക്കെ സീത്രൂ ആണ് കേട്ടോ. നമ്മൾ എന്തായാലും ഇതിനിടയിൽ ഇതിന് പറ്റുന്ന ക്രോപ്പ് ടോപ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇന്നർ ഏതാണോ അത് എന്തായാലും ഇടണം കേട്ടോ. അത് ഇടാതിരിക്കരുത്, കാരണം ഇത് അത്യാവശ്യം സീത്രൂ ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം ഇനി രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ ക്രോപ്പ് ടോപ്പ് ആണ്. ആൻഡ് ഇറ്റ്സ് സോ പ്രിറ്റി. ഇത് ഭയങ്കര ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാനും കൂടി അവളെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാനും അവളെന്നോടും ചോദിക്കട്ടെ ഡ്രസ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്ത് എടുക്കാറുണ്ട്. ചിലത് അവളെന്നെ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവളെ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എന്നാ വാങ്ങിച്ചോ എന്ന് പറഞ്ഞതാണ്. ഇത് ഭയങ്കര നല്ല എന്താ പറയാ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു കുറച്ചൊരു ലൂസായിട്ട് നമുക്കിങ്ങനെ കപ്പ് പോലെ വരില്ലേ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ടൈപ്പാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നമുക്കിങ്ങനെ കുറച്ചൊരു ലൂസായിട്ട് നമുക്കിങ്ങനെ കപ്സ് പോലെ അങ്ങനത്തെ രീതിക്കാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ സെന്റർ പോർഷനിലായിട്ട് ഇതുപോലൊരു ലാസ്റ്റിക് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സംഭവം വലിയുന്ന ടൈപ്പ് ലാസ്റ്റിക് അല്ല, അത് ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഞെറി പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ലാസ്റ്റിക് പോലെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ നെക്ക് കണ്ടല്ലോ, നല്ല വൈഡ് ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു നെക്കാണ് വരുന്നത്. എന്താ പറയുക, നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ്. ആൻഡ് ഇവിടെയൊക്കെ ഈ നെക്കിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് കളിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഈ ബാക്ക് വരുന്നത് ഇതുപോലെ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഡ്രസ്സിന്റെ അത് ഫുള്ള് ഇതുപോലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡ് ആണ് ഇതുപോലെ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഇത് അത്യാവശ്യം നമ്മുടെ ബോഡീനനുസരിച്ചിട്ട് നന്നായിട്ട് വലിയ കേട്ടോ. അതിനൊക്കെ സ്റ്റിച്ച് നേരത്തെ കാണിച്ചിട്ടുള്ള ഡ്രസ്സിലെ പോലെ തന്നെ ഫുൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഫുൾ ഇങ്ങനെ സ്റ്റിച്ച് വരുന്നുണ്ട് കണ്ടോ. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇലാസ്റ്റിക് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സോ പ്രിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതുവരെ ഇപ്പൊ കാണിച്ചതിൽ നേരത്തെ എന്റെ ഫേവറേറ്റ് ആണ്, ഇതും എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ആൻഡ് ഇതിന്റെ സ്ലീവ് നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി ഇങ്ങനെ ഭയങ്കര ലൂസായി കിടക്കുന്ന, ഐ തിങ്ക് ഇതിന്റെ ബലൂൺ സ്ലീവ്സ് എന്ന് പറയും. ബലൂൺ സ്ലീവ്സ് കുറച്ചും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ടാവും. ഏകദേശം ഇത് അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, കുറച്ചധികം ലൂസായിട്ട് നിൽക്കുന്ന കേട്ടോ. ഇതിന്റെ കൈന്റെ അറ്റത്തായിട്ട് ഇതുപോലെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടോ സ്ക്രീനിൽ കാണിക്കും, സൈഡിൽ കാണിക്കും. സോ ഓവറോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു ക്രോപ്പ് ടോപ്പിനെ പറ്റിയിട്ട്. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അവൾക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഇന്നർ യൂസ് ചെയ്യുക. ഇത് സീത്രൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും സീത്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒരു വൃത്തിയുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇന്നർ യൂസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, കാണിക്കുന്ന എല്ലാ ഡ്രസ്സും ഇപ്പൊ ഈ ഒരു ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല റേറ്റ് കുറവാണ്. സോ നിങ്ങൾ ടീനേജേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്സ് ഒക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മീഷോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. കാരണം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസും ഉണ്ട്, റേറ്റും ഭയങ്കര കുറവാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ക്രോപ്പ് ടോപ്പാണ്. നല്ലൊരു ഡാർക്ക് ബ്ലൂ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ആണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. ആൻഡ് ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു നെക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനൊരു എന്താ പറയുക നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ ഒരു കോളർ കൈൻഡ് ഓഫ് ഒരു നെക്ക് പോലത്തെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ കെട്ടിയിടാം. പിന്നെ ഇതിന്റെ സ്ലീവ്സ് എന്ന് പറയുന്നത് ഇതുപോലെ നല്ല പഫ് ആയിട്ടുള്ള രീതിക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ. ആൻഡ് പിന്നെ ഇങ്ങനെ ഒഴുക്കം പോലെ വന്നിട്ട് താഴെ ഈ ഒരു സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ ഞാൻ സൈഡിൽ ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാവും മനസ്സിലാവും. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അങ്ങനെ മനസ്സിലാവും കേട്ടോ. അതായത് ഇതുപോലെ സെയിം ഇതേപോലെ ഫ്രില്ല് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് പോലെയാണ്. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെ നോക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ. പിന്നെ ബാക്കിൽ പ്ലെയിൻ ആട്ടോ, ബാക്കിൽ പ്രത്യേകിച്ച് വർക്ക്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിന് നിങ്ങൾക്ക് എന്താ പറയാ, ഇത് അത്ര സീത്രൂ അല്ല കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അത്രയാണ്. ഇത് നല്ല പ്രിറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി
നെക്സ്റ്റ് വരുന്ന ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഇത് എഗെയിൻ ഒരു ബ്ലൂ കളർ ക്രോപ്പ് ടോപ്പ് ആണ്. ഇതൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതൊരു ഷർട്ട് മോഡൽ വരുന്ന ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ്. ഇതുപോലത്തെ ഷർട്ടിന്റെ കോളറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക ലെറ്റേഴ്സ് ആണ് കേട്ടോ ഇത് മൊത്തം വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ളതാണ്, നല്ല രസമുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ കൈയൊക്കെ കണ്ടോ ഇതുപോലെയാണ് വരുന്നത്. കൈയിന്റെ അറ്റത്തൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺസ് ഇടാം. ഇതേപോലത്തെ ബട്ടൺസ് ഗോൾഡൻ കളർ ബട്ടൺ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബട്ടൺ ഇട്ടിട്ട് നിങ്ങൾക്ക് കയറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതിക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഫുൾ ഇത് കണ്ടോ ഇതുപോലത്തെ ഗോൾഡൻ കളർ ബട്ടൺസ് വരുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇടാണ് ചെയ്യുക. പക്ഷേ ഇതിന്റെ താഴെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. താഴെ ഇതുപോലെ രണ്ട് ഇട്ടാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു ഷർട്ട് എന്ന് പറയുന്നത് നോർമലി അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ അറ്റത്ത് അടിയിലേക്ക് ഇങ്ങനെ കെട്ടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പൊ പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഒരു ക്രീപ്പ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്ലോത്ത് തന്നെയാണ്, നല്ല സീത്രൂ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും നല്ലൊരു ഇന്നർ സ്ലിപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഏതാ നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഷർട്ട് മോഡൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ടോപ്പ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ഡ്രസ്സിൽ ഷർട്ടും വരുന്നുണ്ട്, അതിന്റെ ഉള്ളിലായിട്ട് ഒരു ഇന്നർ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഷോർട്ട് ക്രോപ്പ് ടോപ്പ് മോഡൽ ഒരു ഡ്രസ്സും വരുന്നുണ്ട് കേട്ടോ. ഒരു ഇന്നർ പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഷർട്ട് വരുന്നത് ഞാൻ കാണിച്ചിടാം. ഇതാണ്. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിക്ക് സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനെ ഷർട്ട് ആക്കിയിട്ടും ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ടോപ്പ് വരുന്ന രീതിക്ക് ഇട്ടിട്ട് ഷർട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ഇടുമല്ലോ, ആ രീതിക്കും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു വൈറ്റ് കളർ ഷർട്ടാണ് വരുന്നത്. ഫുൾ ഇങ്ങനെ ഇതാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ ബട്ടൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. ആൻഡ് കൈയിന്റെ ഭാഗത്തും ഇതുപോലെ ബട്ടൺ വരുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന്റെ കൂടെ ഇതുപോലത്തെ ഒരു ടോപ്പ് കൂടി അവർ തരുന്നുണ്ട്. ഇത് ഇന്നറായിട്ട് നമുക്ക് ഉള്ളിൽ ഇതിട്ട ശേഷം ഷർട്ട് അതിന്റെ മുകളിലിട്ടിട്ട് ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചിട്ടിട്ട് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഷർട്ട് മാത്രമായിട്ട് ഇട്ടിട്ട് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉള്ളിൽ വരുന്നത് ഇതുപോലത്തെ ഒരു പ്രിറ്റി ആയിട്ടുള്ള ഒരു കുട്ടി ക്രോപ്പ് ടോപ്പ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ചിലവരൊക്കെ ഇങ്ങനത്തെ ഇത് മാത്രം ഇട്ട് സ്റ്റൈൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഫുൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫുൾ ഇങ്ങനെ നമ്മുടെ ബോഡി അനുസരിച്ചിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ കേട്ടോ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അറ്റത്തായിട്ട് ഇതുപോലത്തെ ഒരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ ആണ്, കൊടുക്കുന്ന പൈസക്ക് നല്ല വേർത്താണ് കേട്ടോ. അപ്പൊ ഇതുവരെ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സസും നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റേറ്റിന്റെ ഇവിടെ ഒന്നും എന്തായാലും കിട്ടത്തില്ല, നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ക്രോപ്പ് ടോപ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും. പിന്നെ നമുക്ക് SM-ലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. SM സ്ട്രീറ്റിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് കാണാറുണ്ട്, ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ ക്രോപ്പ് ടോപ്സ് കാണാറുണ്ട്. അല്ലാതെ ഇപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മീഷോന്നൊക്കെ തന്നെയാണ് ഇത്രയും റേറ്റ് കുറവിൽ കിട്ടുന്നത്. മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലോത്ത് ആണ്. ഇത് അവൾ അത്യാവശ്യം കുറച്ച് കാലം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും അതിനൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം. ലാസ്റ്റ് വൺ നോക്കാം. സോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഷർട്ട് മോഡൽ ആട്ടോ. അപ്പൊ ഇതിലിപ്പോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതിൽ ഈ ലാസ്റ്റ് രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷർട്ട് മോഡൽ വരുന്നത്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. കാരണം നമ്മൾ ഷർട്ട്സ് മോഡൽ വാങ്ങിച്ചിട്ടുള്ള ഈ രണ്ടെണ്ണമാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊരു ഷോർട്ട് ഏകദേശം നമുക്ക് ഫുൾ വരുന്ന ഡ്രസ്സ് ഒന്നുമല്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ തേർഡ് വൺ കാണിച്ചിട്ടുണ്ട്, തേർഡ് വൺ ആണോ ഫോർത്ത് വൺ ആണോ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ, അതും ഏകദേശം ഒരു ഷർട്ട് മോഡൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതൊക്കെ പക്കാ ഷർട്ട് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു എന്താ പറയാ പിങ്ക് ഷെയ്ഡ് വരുന്നത്, ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു എന്താ പറയാ ഡാർക്ക് പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, റോസ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. നല്ല ഡാർക്ക് റോസ് ഷെയ്ഡാണ്, പക്ഷെ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നോർമൽ ഷർട്ട് മോഡൽ തന്നെയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഷർട്ടിന്റെ ഈ ഒരു നെക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഫുൾ വൈറ്റ് കളർ ബട്ടൺസ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് പോലെ ആ ഒരു എന്താ പറയുക നമ്മുടെ കറക്റ്റ് ആ ഒരു അരഭാഗത്ത് അങ്ങനെയല്ല നിൽക്കുന്നത്. അരയെന്ന് ഇറങ്ങി നോർമൽ നമ്മുടെ കുറച്ച് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ രീതിക്കാണ് നിൽക്കുന്നത്. നോർമൽ ഇതുപോലെ ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട് കൈന്റെ ഭാഗത്തായിട്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷർട്ട് മോഡലാണ്. ഇതിന്റെ ക്ലോത്ത് നല്ല
എന്താ പറയുക നല്ല സുഖമുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ. നല്ലൊരു മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത് സീത്രൂ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന്റെ ഇടയിൽ നല്ലൊരു ഇന്നർ സ്ലിപ്പ് നിങ്ങൾ യൂസ് ചെയ്യണം. 6 വെസ്റ്റേൺ വെയർ ഡ്രസ്സസ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 2 എണ്ണം വരുന്നത് ഷർട്ട് ടൈപ്പ് ആണ്. ബാക്കിയെല്ലാം പക്ക ക്രോപ്പ് ടോപ്സ് മോഡലാണ് കേട്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് വെസ്റ്റേൺ വെയർ ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലിപ്പോ ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഡ്രസ്സസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്തിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ